അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ റമദാനിലാണല്ലോ. റമദാനിൻ്റെ മാസത്തിൻ്റെ പ്രത്യേകത എന്താ? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം ഖുർആൻ അവതരിച്ച മാസമാണ് അല്ലേ? അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത്, നമുക്കിന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയ ഖുർആൻ ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഇത്ര മനോഹരമായി ഒരു കേടുപാടും വരാതെ ഒരു മിസ്റ്റേക്കുകളില്ലാതെ നമുക്ക് കിട്ടിയെന്നതിൻ്റെ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അത് നമ്മൾ പറയാൻ പോകുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് മനസ്സിൽ വെക്കേണ്ടത് ഖുർആൻ്റെ മാസത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവണമല്ലോ. ശരിക്കും ഖുർആനിനെ കുറിച്ച് അള്ളാഹു നടത്തുന്ന ഒരു പ്രോമിസ് ഉണ്ട്. സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഹിജ്ർ 15-ാമത്തെ സൂറ കേട്ടോ, അത് ഓർക്കണേ. ആ ആയത്തിൽ അള്ളാഹു പ്രോമിസ് നടത്താണ്. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. എന്താ അള്ളാഹു പറയുന്നത്? അള്ളാഹു നമ്മോട് സംസാരിക്കുന്ന കേട്ടോ. തീർച്ചയായിട്ടും നാം അദ്ദിക്ർ ഇറക്കിയിരിക്കുന്നു. വാട്ട് ഈസ് അദ്ദിക്ർ എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്. അതിലൊരു സംശയമില്ല കേട്ടോ. നാം ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. വഇന്നാ ലഹു ലഹാഫിളൂൻ. ഡെഫിനറ്റ്ലി നാം അതിനെന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. നാം അതിനെ സംരക്ഷിക്കും. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ശരിക്കും ഇങ്ങനൊരു വാഗ്ദാനത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുണ്ട് കേട്ടോ. ആണ് ദൈവിക ഗ്രന്ഥങ്ങളൊക്കെ എല്ലാം ഓട്ടോമാറ്റിക്കലി സംരക്ഷിക്കപ്പെടൂലേ എന്ന ആൾക്ക് തോന്നും. അങ്ങനെയല്ല. നമുക്ക് അറിയാലോ, ബൈബിളും ഇഞ്ചീലും അതൊന്നും എങ്ങനെയാണോ അവതരിച്ചത് ആ അവസ്ഥയിൽ നിന്നുണ്ടോ? അതിൽ പല മാറ്റത്തിരുത്തലുകൾ ഉണ്ടായിട്ടില്ലേ? പല മനുഷ്യന്മാരും അതിൽ പലതും എഴുതി കൂട്ടിയിട്ടില്ലേ? അപ്പോൾ നമുക്കിന്ന് നമ്മുടെ കയ്യിൽ ഒരു മാറ്റത്തിരുത്തലുകളില്ലാതെ സംരക്ഷിക്കപ്പെട്ട ഏക ദൈവിക ഗ്രന്ഥം, റിവീൽ നോളജ്, അതെന്താണ്? അത് ഖുർആനാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാലോ, അത് ഖുർആൻ മാത്രമാണ്. അത് സംരക്ഷിക്കപ്പെട്ട എങ്ങനെയാണെന്ന് അറിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അത് ഖുർആൻ്റെ ഒരു മുഅ്ജിസത്ത് തന്നെയാണ്, മറ്റ് വേദഗ്രന്ഥങ്ങൾക്ക് കിട്ടാത്ത ഒന്ന്. ശരിക്കും വിശുദ്ധ ഖുർആൻ അവതരിച്ച എങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? വിശുദ്ധ ഖുർആൻ നമ്മളിന്ന് കാണുന്ന പോലെ ആദ്യം സൂറത്തുൽ ഫാത്തിഹ, പിന്നെ സൂറത്തുൽ ബഖറ, ആൽ ഇമ്രാൻ, ഇങ്ങനെ അവതരിച്ച് കുറേ മുമ്പോട്ട് പോയി സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, ഇത് അവസാനം അവതരിച്ചു. അതിനിടയ്ക്ക് കുറേ ബ്യൂട്ടിഫുള്ളായ സൂറകൾ. അങ്ങനെ ഓരോ സൂറകളായിട്ട് ഓരോ ആയത്തുകളായിട്ട് അവതരിച്ചാണോ നമ്മളിപ്പോൾ റമദാനിൽ കാണൂലേ? ഇങ്ങനെ ഓരോ ജുസുകളായിട്ട് ഇങ്ങനെ നമ്മൾ പഠിച്ചു പോകുന്ന അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ശരിക്കും ഖുർആൻ അവരുടെ ലൈഫുമായിട്ട് സംവദിക്കായിരുന്നു അല്ലേ? സഹാബികളുടെ, അല്ലെങ്കിൽ മക്കയിലും മദീനയിലും ജീവിച്ച ആളുകളുടെ, അന്ന് ജീവിച്ച മനുഷ്യരുടെ ജീവിതവുമായിട്ട് സംവദിക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവിതമായിട്ട് സംവദിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഓരോ കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പോൾ അതിന് അള്ളാഹു ക്ലാരിറ്റി കൊടുക്കും. ഉദാഹരണം പറയട്ടോ, ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, യസ്അലൂനക മാദാ യുൻഫിഖൂൻ അല്ലേ? യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ചോദിച്ചു വരുമ്പോൾ അതിന് ആൻസർ കൊടുക്കും. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ഖുർആൻ തിരുത്തും അല്ലേ? കള്ള് നിരോധിച്ചൊക്കെ നമുക്കറിയാലോ. മദ്യപാനം നിരോധിച്ചു, അതേപോലെ തന്നെ ചൂതാട്ടം നിരോധിച്ചു. ഇങ്ങനെ അവരുടെ ലൈഫുമായിട്ട് ഇങ്ങനെ ഖുർആൻ സംവദിക്കുന്നു. ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ അള്ളാഹു സൊല്യൂഷൻ കൊടുക്കും. വല്ലഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവരുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്താണ് അവതരിച്ചത്. കാരണം എന്താ? ഖുർആൻ നമുക്ക് ജീവിക്കാനാണല്ലോ, നമ്മുടെ ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ. എനിവേ, അതുകൊണ്ട് തന്നെ നമ്മളിന്ന് അവതരിച്ച ഒരു സ്ട്രക്ചറിലൊന്നല്ല ഖുർആൻ ആദ്യത്തിൽ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ അവതരിച്ച മോഡലാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ അവതരിച്ചതെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന് രൂപം പറഞ്ഞു കൊടുത്തിരുന്നു. രൂപം അള്ളാഹു നിശ്ചയിച്ചാട്ടോ, മനുഷ്യർ നിശ്ചയിച്ചല്ല.
എങ്ങനെയാണ് ഏത് സൂറ ആദ്യം വരേണ്ടതെന്നൊക്കെ നിശ്ചയിച്ചുകൊണ്ടിരുന്നു. മനസ്സിലാവുന്ന എക്സാമ്പിൾ പറയാം. ഫസ്റ്റ് അവതരിച്ച സൂറത്തുൽ അലക്കല്ലേ, അലക്കൽ 5 ആയത്തല്ലേ, ഫസ്റ്റ് 5 ആയത്ത് മാത്രം. അത് ഖുർആനിലെ 1ാമത്തെ സൂറയാണോ? അല്ല, 96ാമത്തെ സൂറയാണ്. എന്നാൽ ഫാത്തിഹ അതിന് ശേഷം അവതരിച്ചാണ്, അത് ഫസ്റ്റ് സൂറയായി അല്ലേ. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള സ്ട്രക്ചർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സ്വഹാബികളിലെ വഹി എഴുത്തുകാരായ ആളുകളുണ്ടായിരുന്നു. അവർ അത് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനി ആരാ? ഒന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, പിന്നെ നമ്മുടെ 4 ഖലീഫമാർ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ പ്രമുഖരായ 10-20ഓളം സ്വഹാബികൾ നബിയുടെ വഹി എഴുത്തുകാരുണ്ടായിരുന്നു. അവർ കൃത്യമായ ഓർഡറിൽ അല്ലേ, ചിലപ്പോൾ ഒരു സൂറയുടെ കുറച്ചായത്തെ ഇന്ന് അവതരിക്കും കേട്ടോ, അപ്പോൾ എന്ത് ചെയ്യും, ഓക്കെ ആ സൂറയിൽ എഴുതി വെക്കും. ചിലപ്പോൾ പിറ്റേ ദിവസം അവതരിക്കുന്ന വേറെ സൂറയുടെ കുറച്ച് ഭാഗമായിരിക്കും, അപ്പോൾ അത് ആ സൂറയിൽ എഴുതി വെക്കും. എന്ന് പറഞ്ഞാൽ 23 വർഷം കൊണ്ട് ഖുർആൻ അവതരിക്കുമ്പോൾ ശരിക്ക് ഈ കംപ്ലീറ്റ് സ്ട്രക്ചറിൽ എന്ത് ചെയ്തു, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. നമ്മുടെ പോയിന്റിലേക്ക് വരാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ ഏകദേശം 30,000-ഓളം ആളുകൾ ഖുർആൻ ബൈഹാട്ടാക്കിയ ആളുകൾ എന്ന് പറയുന്നു. അതിൽ തന്നെ പൂർണ്ണമായി ഖുർആൻ ബൈഹാട്ടാക്കിയ, മനഃപ്പാഠമാക്കിയ ആളുകൾ 1000-ഓളം ആളുകൾ വരുമായിരുന്നു. പക്ഷേ ഖുർആൻ അവിടെയൊക്കെ എഴുതി വെച്ചു എന്നല്ലാതെ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിക്കുക, ശരിക്കും ഈ ഖുർആൻ ഇപ്പോൾ സ്വഹാബികൾക്കൊക്കെ അറിയാം, പലരും ബൈഹാർട്ട് ആക്കിയിട്ടുണ്ട്, പലരും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഖുർആൻ ലിഖിത രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടില്ലെങ്കിൽ അത് പിന്നീട് ഭയങ്കര അബദ്ധത്തിന് കാരണമാവൂലേ എന്നോണ്ടിങ്ങനെ ആലോചിക്കാം കേട്ടോ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നല്ല ചിന്തയല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പങ്കുവെക്കാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആദ്യം ഒരു മടിയുണ്ടായെന്നാണ് പറയുന്നത്. എന്താ അള്ളാൻ്റെ ഹബീബ് ചെയ്യാത്തൊരു പണി ഞാനെങ്ങനെ ചെയ്യാം? പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരൻ തന്നെയായ, നേരത്തെ പറഞ്ഞല്ലോ, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് എന്ത് ചെയ്തു, ഇത് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു. അങ്ങനെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, ഖുർആൻ ക്രോഡീകരണത്തിന് വർക്ക് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഖുർആൻ എഴുതി വെച്ച ഭാഗങ്ങൾ, അല്ലെങ്കിൽ സ്വഹാബിമാരുടെ അടുത്ത് സൂക്ഷിച്ചിരുന്ന ആ എഴുതി വെക്കുന്നതിന് ഭയങ്കര രസമായിട്ട്. ഇന്നത്തെ പോലെ പേപ്പറിലൊന്നും നല്ല എഴുതി വെക്കുക, എന്താണ് കരിങ്കൽ പാളികളിൽ അല്ലെങ്കിൽ ഈ അസ്ഥികൂടങ്ങളിലെ അസ്ഥികളിലൊക്കെ എഴുതി വെക്കും, തൂകൽ എഴുതി വെക്കും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ എഴുതി വെക്കുകയാണ്. അങ്ങനെ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കേണ്ട ചുമതല സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന എന്താണ്, ഈ പറഞ്ഞ എഴുതി വെച്ച പല ഭാഗത്ത് എഴുതി വെച്ചൊക്കെ ക്രോഡീകരിച്ചു. അതേപോലെ തന്നെ ബൈഹാട്ടുള്ള കുറേ സ്വഹാബികളിൽ അവർ നബിയിൽ നിന്ന് നേരിട്ട് പഠിച്ചാട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരൊക്കെ വിളിച്ചു വരുത്തി. അങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ എന്ത് ചെയ്തു, ക്രോഡീകരിക്കുകയാണ്. ശരിക്കുണ്ടല്ലോ അത് ചരിത്രത്തിലെ വലിയൊരു വിപ്ലവകരമായൊരു പ്രവർത്തനം നടത്തിയട്ടോ. ഖുർആൻ ലിഖിത രൂപത്തിൽ ക്രോഡീകരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഖുർആൻ്റെ സംരക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിരുന്നു അത്. ഈ സ്റ്റെപ്പിലേക്ക് എത്താൻ ഒരു കാരണം കൂടിയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ ചിന്തിപ്പിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നടന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന യമാമ യുദ്ധത്തിൽ കുറേ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ സ്വഹാബികൾ ഷഹീദാവുന്നുണ്ട്. അതുകൂടി ഇത് ഈ ഒരു ചിന്തക്ക് കാരണമായെന്ന് ചരിത്രം പറയുന്നുണ്ട്. എനിവേ, അങ്ങനെ ഖുർആൻ എന്ത് ചെയ്തു, ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കും, അങ്ങനെ ഒരു ഖുർആൻ ഇങ്ങനെ എഴുതി ക്രോഡീകരിച്ച് വെച്ചല്ലോ അല്ലേ, പിന്നെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ കുറേ ഖുർആൻ കിട്ടിയല്ലോ അല്ലേ, ഒരേപോലുള്ള സ്ട്രക്ചറിൽ വന്നല്ലോ, അത് വലിയൊരു ഹിസ്റ്ററി ആട്ടോ. അങ്ങനെ ഈ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഖുർആൻ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ സൂക്ഷിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ ആരെ കയ്യിലാണ് കൊടുത്തത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ സൂക്ഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സന്ദർഭത്തിൽ അടുത്ത ഖലീഫ ആരാന്നുള്ള ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ, അതിനേക്കാൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ എന്നതിനേക്കാൾ പദവി എന്താ, നമ്മുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈഫ് ഹഫ്സ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ സൂക്ഷിച്ചു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു പോയപ്പോൾ വേറൊരു പ്രശ്നം സംഭവിച്ചു കേട്ടോ. ഇസ്ലാം ഇങ്ങനെ വ്യത്യസ്ത നാടുകളിലേക്ക് ഇങ്ങനെ പരക്കാണ്, ഇറാഖ്, സിറിയ, ഇങ്ങനെ പല നാടുകളിലേക്കും. അതുകൊണ്ട് അറബികളല്ലാത്ത,
എന്ന് പറഞ്ഞാൽ അനർബികളായി പല ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങി. അപ്പോൾ ഓൽക്കൊന്നും എന്തില്ല, എല്ലാവരുടെ കയ്യിൽ ഖുർആൻ്റെ നമ്മളിന്ന് കാണുന്ന പോലെ മുസ്ഹഫ് എന്ന രീതിയിൽ എല്ലാവർക്കും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ പല ആളുകളും ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഉച്ചരിക്കുമ്പോൾ പാരായണ വ്യത്യാസങ്ങൾ വന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെ വരിക, നമ്മുടെ നാട്ടിൽ നിന്ന് ആലോചിച്ച് നോക്ക്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ മലയാളം സംസാരിക്കുന്ന എത്ര ഡിഫറെൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്, ഒരു ജില്ലയിൽ തന്നെ എത്ര ഡിഫറെൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ആളുകൾ ഇങ്ങനെ സംസാരത്തിലൂടെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ അല്ലേ. നമുക്കറിയാമല്ലോ, അത് എല്ലാ ഭാഷകളിലും നമുക്കിത് കാണാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഇത് ഭയങ്കര അപകടകരമാണെന്ന് മനസ്സിലാക്കണം ആര്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആളുകൾ ഖുർആനിൽ തെറ്റായ ആശയങ്ങൾ വരെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഒരാൾ വിളിക്കുകയാണ്, ഖുർആന് അതിൻ്റെ പകർപ്പുകൾ തയ്യാറാക്കണം. ആരെ വിളിച്ചിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്ക്, ആരെ വിളിക്കാൻ സാധ്യത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഖുർആൻ ക്രോഡീകരിക്കാൻ ഏൽപ്പിച്ച, അതിൻ്റെ ചുമതല ഏൽപ്പിച്ച അതേ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, വേറെ ആരുമല്ല ചെയ്യുന്ന കേട്ടോ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ പകർപ്പുകൾ തയ്യാറാക്കാം. നോക്കണം കേട്ടോ, അന്ന് നമ്മളെപ്പോലെ ഈ പ്രിൻ്റ് അടിക്കുക അങ്ങനത്തെ സംവിധാനമൊന്നുമില്ല, മറിച്ച് എഴുതി തയ്യാറാക്കണോ. അള്ളാഹു അവരൊക്കെ അനുഗ്രഹിക്കട്ടെ അല്ലേ, എത്ര വലിയ സേവനമാണ് ചെയ്തത്. അങ്ങനെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, ഖുർആൻ്റെ പല കോപ്പികൾ തയ്യാറാക്കാണ്. അങ്ങനെ അത് വ്യത്യസ്ത നാടുകളിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രത്യേക കൽപ്പന കൊടുക്കുകയാണ്, ഇനി ഈ ഖുർആൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തയ്യാറാക്കപ്പെട്ട, നമ്മൾ ഉസ്മാൻ എന്ന് കേട്ടിട്ടില്ലേ അല്ലേ, ഉസ്മാനി എന്ന് കേട്ടെ, നമ്മൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താ, അന്ന് തയ്യാറാക്കപ്പെട്ട ആ ഖുർആൻ്റെ കോപ്പികൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അത് മാത്രം ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ഖുർആൻ്റെ സംരക്ഷണം എന്ത് ചെയ്യുന്നു, ഉറപ്പ് വരുത്താണ്. ഇന്നും ബുഖാരിയിലൊക്കെ ഈ ഖുർആൻ്റെ അന്ന് തയ്യാറാക്കിയ കോപ്പി ഇന്നും ലഭ്യമാണെന്ന് പറയാണ്. നോക്കണേ കേട്ടോ, അതിൻ്റെ പകർപ്പല്ല, അന്ന് തയ്യാറാക്കിയ കോപ്പി ഇന്നും ബുഖാറിൽ ലഭ്യമാണെന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇതൊരു ഫസ്റ്റ് പാർട്ട് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഭയങ്കര രസമാണ്, നമ്മൾ കാണുന്ന പോലെ ഖുർആനിലെ ഹരക്കത്തുകളൊന്നും അന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ വെരി ഇൻട്രസ്റ്റിംഗ് ആയ വേറെ ചരിത്രമാണ്. പക്ഷേ നമുക്കൊന്ന് പിന്നീട് പറയാം. ഒറ്റ വാക്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നുണ്ട്, നബീൻ്റെ കാലത്തുള്ള ഖുർആൻ ഇന്നില്ല, അതിൽ മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ട്, അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട് കേട്ടോ. വെറുതെ പറയാണ്. കൃത്യമായ ചരിത്രം ഉണ്ട് അതിന്, കൃത്യമായ ക്രോഡീകരണം. അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തയ്യാറാക്കിയ കോപ്പി ഇന്ന് ലഭ്യമാണെന്ന് പറയുമ്പോൾ പിന്നെ അതിൽ നമുക്ക് എന്ത് സംശയമുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം, ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ അല്ലേ. ഈ ദിക്ർ അല്ലാഹു പറയാണ്, ഞാൻ അവതരിപ്പിച്ചതാ, ഞാനത് പ്രൊട്ടക്റ്റ് ചെയ്യും, ഞാനത് സംരക്ഷിക്കും. ഈ ഖുർആൻ അൽഹംദുലില്ലാഹ് നമ്മൾ ശരിക്കും സൗഭാഗ്യവന്മാരാണ്. ആ ഖുർആൻ ഒരു മാറ്റത്തിരുത്തലുകളില്ലാതെ നമുക്ക് കിട്ടി. അത് യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ഒരു അമാനുഷ്യതയെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഖുർആനെ ഈ റമദാനിൽ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ, ഖുർആൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ ഇങ്ങനെ ഘട്ടം ഘട്ടം അവതരിച്ച് എന്തിനാണ്, അവരുടെ ജീവിതവുമായി സംവദിക്കുകയായിരുന്നു. അങ്ങനെ ഖുർആനിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായ ആളുകളെ മാറാൻ പഠിച്ചു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.